ഹലോ. അപ്പോൾ നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് ഏറ്റവും കൂടുതൽ സെലിബ്രേഷൻ നമ്മുടെ കൊച്ചിയിൽ നടക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണല്ലോ. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. അവിടെ ഒരു പപ്പാഞ്ഞി കത്തിക്കലും അവിടെ ഒരു കാർണിവലും ഒക്കെ ക്രിസ്മസിന് തുടങ്ങി ന്യൂ ഇയറിനാണ് തീരുക. ഇത്തവണത്തെ പപ്പാഞ്ഞി അവിടെ റെഡിയായി നിൽക്കുക കേട്ടോ. അപ്പോൾ ഒരു കൊച്ചിക്കാരുടെ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം അനുസരിച്ച് നമ്മുടെ ആ ഒരു പഴയ ചിന്തകളെ അല്ലെങ്കിൽ പഴയതിനെ കത്തിച്ച് കളയുക, പുതിയതിനെ സ്വീകരിക്കുക എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മുടെ അവിടെ ഈ ഒരു പപ്പാഞ്ഞി കത്തിക്കൽ നടക്കുന്നത്. ഇത്തവണ നമ്മൾ റിമോട്ടിലാണ് കത്തിക്കുന്നതെന്നാണ് പറഞ്ഞത്. അടുത്ത് പോയല്ല കത്തിക്കുന്നത്. അപ്പോൾ കുറേ നാൾ എന്തോ സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അടുത്ത് നിന്നുള്ളൊരു വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എങ്കിലും ഇത് നമ്മുടെ ചാനലിലൂടെ ആർക്കെങ്കിലുമൊക്കെ കാണാത്തവർക്ക് ഉപകാരപ്പെടുമല്ലോ, അതുകൊണ്ട് ഞാൻ ഇട്ടതാട്ടോ. നമ്മുടെ കൊച്ചിയിലാണ് വരുന്നത്. ഇപ്പോൾ ക്രിസ്മസ് സമയമാകുമ്പോഴേക്കും അവിടെ ലൈറ്റിങ്സ് ഒക്കെ തുടങ്ങും. ഞങ്ങളും അവിടെ പോയിട്ടുണ്ടായിരുന്നു. നിറയെ ലൈറ്റും ട്രീയും ഒക്കെ. ഇപ്രാവശ്യം ബ്ലൂ കളറിലൊരു ട്രീ ഒക്കെ ആയിരുന്നു. അടിപൊളി വൈബാണ്. പോവാത്തവരൊന്ന് തീർച്ചയായിട്ടും അടുത്ത വർഷം പോയി നോക്കണം. അത്രയ്ക്ക് ഭംഗിയാണ്. പിന്നെ അവിടെ നമ്മൾ ഈ കാത്തിരിക്കുകയാണ്. കൗണ്ട് ഡൗൺ ആണ്. അങ്ങനെ എണ്ണി 12 മണിയാകുമ്പോഴേക്കും എന്താ അവിടെ പടക്കത്തിന് തീ കൊടുത്തു. ആ പടക്കത്തിൽ നിന്നാണ് നമ്മുടെ ഇതിലോട്ട് വരുന്നത്. അങ്ങനെയാണ് ഇത് കത്തിയത്. അതുപോലെ തന്നെ എന്തോ റിമോട്ടിൽ എന്തോ ഒരു ഓണാവലും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആ ഒരു പടക്കം കൊണ്ട് മാത്രമേ ഇപ്പോൾ പഞ്ഞി മൊത്തം കത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് അങ്ങനെ അത് നമ്മുടെ ആ ഒരു അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കഴിഞ്ഞു പോയ ചിന്തകളെ, കഴിഞ്ഞു പോയ കാലങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ട എല്ലാത്തിനെയും കത്തിച്ച് കളയുന്നൊരു പ്രതീകമായിട്ടാണ് നമ്മൾ ഇനിയൊരു പുതുവത്സരം അതിൻ്റെ പ്രതീകമാണ് ഈ പപ്പാഞ്ഞിയെ കത്തിക്കൽ. എല്ലാ വർഷവും പല തരത്തിലുള്ള പപ്പാഞ്ഞികളാണ് അവിടെ കത്തിക്കാറുള്ളത്. ഇത്തവണത്തെ നമുക്കതൊരു കറക്റ്റായിട്ട് കിട്ടി. അതുകൊണ്ടാണ് ഇതിലൂടെ ഇടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ന്യൂ ഇയറിൻ്റെ കാര്യങ്ങൾ. ഇനി ന്യൂ ഇയറിൻ്റെ വ്ളോഗ് ഞാൻ ഇതിൻ്റെ പിന്നാലെ തന്നെ ഇട്ടോ. ഇത് ഞാനൊരു ഷോർട്സ് ആയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. പപ്പാഞ്ഞി മുഴുവനായി കത്തിച്ചാമ്പലായി തീർന്നു. അതോടുകൂടെ നമ്മുടെ പുതുവത്സരത്തിന് തുടക്കം കുറിച്ചു. ഇതാണ് ആ ഒരു ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് കിട്ടിയതുകൊണ്ട് ഞാനതൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ്. സാധാരണ നമുക്ക് അടുക്കാൻ പറ്റില്ല അവിടെ ഒന്നും. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ എനിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് നമ്മുടെ ചാനലിലൂടെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇനിയുള്ള ന്യൂ ഇയർ വിശേഷങ്ങളും ക്രിസ്മസ് വ്ളോഗുകളും എല്ലാമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് വീണ്ടും തരിക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.